നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും കെ സുധാകരന്റെയും മോഹങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുതിർന്ന നേതാക്കൾ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്നും യുവ നേതാക്കൾക്ക് അവസരം നൽകണമെന്നും വി.ഡി. സതീശൻ. സതീശന് പിന്തുണയുമായി പി.ജെ. കുര്യൻ. രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇനി സീറ്റ് നൽകരുതെന്നും നിർദ്ദേശം. കോൺഗ്രസിൽ വീണ്ടും കലാപക്കൊടി ഉയരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൈക്കൊണ്ട കടുത്ത നിലപാട് സീറ്റ് മോഹികളായ പല മുതിർന്ന നേതാക്കൾക്കും തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിന്ന് യുവ നേതാക്കൾക്ക് അവസരം നൽകണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തെ തുടർന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മേൽക്കോയ്മ സൃഷ്ടിച്ച് അധികാരത്തിലെത്താമെന്നുള്ള ആത്മവിശ്വാസമാണ് യു.ഡി.എഫ് കേന്ദ്രങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. ഇതിനെ തുടർന്നാണ് നിലവിൽ എം.പിമാരും എം.എൽ.എമാരും അടക്കമുള്ള മുതിർന്ന പല നേതാക്കൾക്കും നിയമസഭയിലേക്കും മത്സരിക്കണമെന്ന ആഗ്രഹം കലശലായിരിക്കുന്നത്. മാത്രവുമല്ല, ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രി കസേരകൾക്കായി നീക്കം നടത്താമെന്നും ഇവർ കണക്കുകൂട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ പ്രകാരം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ശക്തി ചോരുകയാണെന്നും കേന്ദ്രത്തിൽ അധികാരത്തിൽ തിരിച്ചെത്താനുള്ള സാധ്യത വിരളമാണെന്നും എം.പിമാർ അടക്കമുള്ള നേതാക്കൾക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാനുള്ള നീക്കങ്ങളുമായി ഇവരെല്ലാം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ സുധാകരൻ തുടങ്ങിയ നേതാക്കൾ നിയമസഭയിലേക്ക് മത്സരിക്കാനുമുള്ള താൽപര്യം ഇതിനോടകം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മറ്റ് പല നേതാക്കളും ഇതേ പാതയിൽ തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് കടുത്ത പ്രതികരണവുമായി വി.ഡി. സതീശൻ രംഗത്തെത്തിയതെന്നത് ശ്രദ്ധേയമാകുന്നത്. കോൺഗ്രസിൽ പെരുന്തച്ചൻ കോംപ്ലക്സ് ആർക്കും പാടില്ലെന്നും ജയസാധ്യതയുള്ള യുവാക്കൾക്കും സ്ത്രീകൾക്കും പരമാവധി സീറ്റുകൾ നൽകുകയാണ് കോൺഗ്രസിന്റെ കർമ്മ പദ്ധതിയെന്നും അടുത്ത 10 വർഷം കഴിഞ്ഞാൽ താനും മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മുൻ കെ.പി.സി.സി പ്രസിഡന്റുമാരായ മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സുധാകരനും പുറമെ പ്രമുഖ നേതാവ് എം ഹസൻ, ആറ്റിങ്ങൽ എം.പിയും യു.ഡി.എഫ് കൺവീനറുമായ അടൂർ പ്രകാശ്, മുതിർന്ന നേതാവ് ബെന്നി ബെഹനാൻ തുടങ്ങിയവരൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ അണിയറ നീക്കങ്ങൾ നടത്തിവരികയാണ്. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കൂടിയായ കെ.സി. വേണുഗോപാൽ എം.പിയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിക്കാനുള്ള താൽപര്യം ദേശീയ നേതൃത്വത്തെ ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി അംഗമായ എം ഹസൻ തൃശൂരോ എറണാകുളമോ പോലെയുള്ള മേഖലകളിൽ മത്സരിക്കാനാണ് താൽപര്യപ്പെടുന്നത്. ഇവിടങ്ങളിലെ മുസ്ലിം കേന്ദ്രങ്ങളിൽ തനിക്കുള്ള സ്വീകാര്യത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്നാണ് എം ഹസൻ നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും ജയസാധ്യതയുള്ള മണ്ഡലത്തിൽ മത്സരിക്കാനാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന് താൽപര്യം. യു.ഡി.എഫിന് മുൻതൂക്കമുള്ള കണ്ണൂരിലെ ഏതെങ്കിലും മണ്ഡലമാണ് സുധാകരനും ലക്ഷ്യമിടുന്നത്. അടൂർ പ്രകാശും ബെന്നി ബെഹനാനും ലക്ഷ്യമിടുന്നതും മന്ത്രി കസേര തന്നെയാണെന്നും വ്യക്തം. ഈ വിധത്തിൽ അധികാരം ലക്ഷ്യമിട്ട അണിയറ നീക്കങ്ങൾ നടത്തുന്നതിനെതിരെ പല കോൺഗ്രസ് നേതാക്കൾക്കിടയിലും അമർഷം നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശന്റെ നിലപാടുകൾക്ക് പിന്തുണയുമായി പി.ജെ. കുര്യനെ പോലെയുള്ള നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിൽ എം.പിമാരായ മുതിർന്ന നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്നും തീവ്ര ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇനി സീറ്റ് നൽകരുതെന്നും കുര്യൻ തുറന്നടിച്ചിട്ടുണ്ട്. യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാകാൻ ഇപ്പോൾ തന്നെ വടംവലികൾ ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയാണ് ആദ്യം മുതലേ യു.ഡി.എഫ് നേതൃത്വം കണ്ടിരുന്നത്. എന്നാൽ ജയസാധ്യത ഏറിയതോടെ മുഖ്യമന്ത്രി സ്ഥാനമോഹികളുടെ എണ്ണവും ഏറിവരികയായിരുന്നു. രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ തുടങ്ങിയവരൊക്കെ ആ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തനം ആരംഭിച്ചിട്ടുമുണ്ട്. അതിനു പുറമെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സുധാകരനുമൊക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിക്കാൻ ഇപ്പോൾ ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഭാവിയിൽ തനിക്ക് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയാണ് മുതിർന്ന നേതാക്കൾ മാറി നിൽക്കണമെന്ന് വി.ഡി. സതീശൻ തുറന്നടിച്ചത്. വരും ദിവസങ്ങളിൽ ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ അടിയൊഴുക്കുകൾക്ക് വഴിയൊരുക്കുമെന്നത് ഉറപ്പാണ്.